സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ നമ്മുടെ RSS മുഖപത്രത്തിന്റെ മുഖ്യ പത്രാധിപനായിട്ടുള്ള NR മധു വന്നിട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി ജാതി വിരുദ്ധത പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പാട്ട് പാടുന്നു, സമൂഹത്തിൽ വിരുദ്ധത പടർത്തുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു ജാതി പറഞ്ഞുകൊണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഈ രാജ്യദ്രോഹി എന്നുള്ള രീതിയിലൊക്കെ അങ്ങേര് പറയുകയുണ്ടായി. ഈ കിളവനൊക്കെ ഇത് എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ കുറച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനുശേഷം ഈ വേടൻ്റെ ഒരു മറുപടി വന്നു. അതായത് എന്തിനാണ് ഈ RSSകാർ ഇങ്ങനെ വേടനെ വേട്ടയാടുന്നതെന്ന് ഒരു പത്രക്കാരൻ ചോദിക്കുമ്പോൾ വേടൻ അതിന് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. നൈസായിട്ട് തന്നെ ഈ പറയുന്ന കിളവന്മാരുടെ എല്ലാം വായ അടപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ വാക്ക് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിനെല്ലാം വേടൻ പറയുന്ന മറുപടി എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. RSS നേതാവേ പറഞ്ഞിരിക്കുന്നു വേടന്റെ പാട്ടുകൾ വിഘടനവാദം ഉണ്ടാക്കുന്ന പാട്ടുകളാണ്, അങ്ങനെ വല്ലതുമാണോ? പുള്ളിക്കാരന്റെ അഭിപ്രായം പറയാനുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. ഞാൻ സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടല്ലോ, സൈന്യാണ് അറിയാലോ, മുന്നേ ഇത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. പുതിയ കാര്യമല്ല, ഞാൻ ഭയങ്കര വിഘടനവാദിയാണെന്നാണ് മുന്നേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അറിയാമ്പോൾ ആൾക്കാർ തീരുമാനിക്കട്ടെ. ഇല്ല, എനിക്കറിയില്ല ഇവരെന്തെങ്ങനെ പറയണേന്ന്. അത് നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുള്ളതിന്റെ ഒരു കാര്യം, നല്ല കാര്യമായിട്ട് മാത്രം എടുക്കുന്നുള്ളൂ. ഞാനതിന് കോമഡി അല്ലേ? എന്തുകൊണ്ടാണ് വേടൻ അതിനെ നല്ല കാര്യമായിട്ട് എടുക്കുന്നുള്ളൂ എന്ന് പറയാനുള്ള പ്രധാന കാരണം വേടൻ മുൻപേ തന്നെ പലതവണയും വേടന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വേടൻ പറഞ്ഞത് എന്താണ്, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഞാൻ ഈ പറയുന്ന റാപ്പ് രൂപത്തിൽ എൻ്റെ ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്. അതൊരു കൂട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരും. എന്നാൽ അത് റാപ്പായിട്ട് അല്ലെങ്കിൽ ഒരു കവിതയായിട്ട് എഴുതിയത് മറ്റുള്ളവരുടെ മുന്നിൽ പാടുമ്പോൾ അതിന് ഏറെക്കാലത്തെ പ്രസക്തി ഉണ്ടാവും. എല്ലാ ആളുകളും അതിനെ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് വേടൻ ഈ ഒരു കലയെ അതിനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു കലാരൂപത്തിൽ കാണിക്കാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനൊരു മാതൃക തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി. വേടൻ അതിനുവേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. വേടൻ അതിന് മുൻപേ തന്നെ വേടന്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വേടനെ പോലുള്ള ആളുകളുണ്ട്. അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ മാറ്റാനായിട്ട് തുടച്ചു നീക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കലയുടെ രൂപത്തിൽ അയാൾക്കൊരു കല ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കലയെ അയാൾ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ വരച്ചു കാണിക്കാനും അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. പക്ഷേ അതിനെ അടിച്ചമർത്താനായിട്ട്, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ ഒതുക്കി തീർക്കാനായിട്ട് പലവന്മാരും ശ്രമിക്കുമ്പോൾ അതിൽ എത്രത്തോളം ഈ പറയുന്ന പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ ഫേമസ് ആയി പോവുകയാണ്. കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആകാമെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കണം ഈ പറയുന്ന ഈ പത്രത്തിന്റെ മുഖ്യ പത്രാധിപനൊക്കെ വന്ന് പറയും. ഇവനെയൊന്നും നമുക്ക് ആർക്കും അറിയില്ല. RSSകാർക്ക് അറിയായിരിക്കും, ചിലപ്പോൾ അവരുടെ ട്രെയിനർ ആയിരിക്കും ഇവൻ, അല്ലാതെ ഒരാൾക്ക് പോലും ഇവൻ ഏതാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് വേടനെ പറ്റി പറയുമ്പോൾ കുറച്ച് ഫേമസ് ആവാം, അതിൽ കൂടി കുറച്ച് പേരെടുക്കാമെന്നുള്ളൊരു അഭിപ്രായമാണ്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഈ വേടനെ പോലെ തന്നെ ഇതിനേക്കാളും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള പിന്നോക്കം നിൽക്കുന്നതും മുന്നോക്കം നിൽക്കുന്നതും അല്ലെ ഇടനിലക്കാരുമായിട്ടുള്ള ഒരുപാട് ജാതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ജാതി പറയുന്നതല്ല, എന്നിരുന്നാൽ പോലും ജാതി പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു കൊള്ളരുതായ്മ അല്ല, ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു പ്രവണതയാണ് ഈ പറയുന്ന ജാതിയിൽ താഴ്ന്ന ആളുകളെ അതിക്രമിക്കുക, അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്ന ആളുകളുടെ അവകാശങ്ങൾ നിഷേധിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾക്ക് ഒരു വാല്യൂ കൊടുക്കാതെ അവരെ ഒരു സൈഡിലേക്ക് തന്നെ ഒതുക്കി തീർക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിലോ നമ്മുടെ സമൂഹത്തിലോ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലാന്ന് പറയാൻ സാധിക്കില്ല. അതിനെതിരെയാണ് നമ്മുടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ശബ്ദമുയർത്തുന്നത്, അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹം ആലപിക്കുന്നത്. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ എനിക്കൊരു മൈരുമില്ല എന്ന് പറയുന്നതിൽ കൂടിയും ഈ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്നതിൽ കൂടിയും വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ തന്നെയാണ്. വേടൻ അനുഭവിച്ചതും നമ്മുടെ സമൂഹത്തിൽ പലരും അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വേടൻ ഈ പറയുന്നത്, ഈ കവിതകളിലൊക്കെ പ്രതിപാദിക്കുന്നത്. അത് കണ്ടിട്ട് കുരു പൊട്ടുന്നവന്മാരാണ് ഈ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ട് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്ന് വേടൻ തന്നെ പറയുന്നുണ്ട്. അത് വേടൻ നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം വേടൻ എന്താണോ ഉദ്ദേശിച്ചിരുന്നത്, എങ്ങനെയാവണം വേടന്റെ ഈ കവിതകൾ എന്നുള്ളത്, എന്റെ കവിതകൾ എങ്ങനെ എന്ത് സമൂഹത്തിൽ ഉണ്ടാക്കണമെന്ന് വേടൻ ചിന്തിച്ചിരുന്നു, അത് തന്നെ ഇപ്പം നമ്മുടെ സമൂഹത്തിലേക്ക് നടക്കണം. അതിന്റെ ഫലമായിട്ടാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പല രീതിയിലും കരിവാരി തേക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ കേരളത്തിലെ പൊതുജനങ്ങളുടെ ആ ഒരു വികാരം കണ്ടപ്പോൾ ഇതിനെതിരെ സംസാരിച്ചവന്മാരും ഇതിനെതിരെ നിന്നവന്മാരും ഒക്കെ തോറ്റ് പിൻവാങ്ങി എന്നുള്ളതൊരു സത്യം തന്നെയാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുരുപൊട്ടി ആരെയൊക്കെ ഉയർന്നു വരും, എന്നിട്ട് അതേപോലെ തിരിച്ചുമ്പോൾ അപ്പോൾ വേടൻ പറയുന്ന ബാക്കി കാര്യം വേടൻ നൈസായിട്ട് ഊക്കി വിട്ടിട്ടുണ്ട്. ഇവർ പറയുന്നതൊക്കെ കോമഡി അല്ലേ, അത്ര എടുത്താൽ മതി. വേടന്റെ നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടാണ്. ഈ ഒരു കാര്യത്തിൽ അത് കൂടുതൽ വ്യക്തമാവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ബാക്കിയോടൊന്ന് കണ്ടുപോകാം. അമ്പലങ്ങളിൽ എനിക്ക് എന്തായാലും അമ്പലങ്ങളിൽ ഷോ കിട്ടും, ഞാൻ എന്തായാലും പോയി പാടുകയും ചെയ്യും. കുറെ പേഴ്സണൽ പരിപാടികളിലേക്കും ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ, നമ്മൾ എടുക്കണ പണിയുടെ ഭാഗമായി. അയ്യോ, അതങ്ങനെ പുറത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേച്ചി. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിത് സർവൈവ് ചെയ്ത് കടന്നു പോവാന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ. ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് നോക്കലാണ് കാര്യങ്ങൾ.
ഉണ്ട് 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 ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ ഒരു പേടിയൊക്കെ ആയ മാതിരിയാണ്. നമ്മളതിനെ എന്താ ചെയ്യാ? ഇതൊരു സമയമാണല്ലോ, ഈ സമയം കഴിഞ്ഞ് പോവാത്, അത്രേ ഉള്ളൂ. വേറെ ടെൻഷനൊന്നുമില്ല. കണ്ടില്ലേ, വേടൻ നൈസായിട്ട് മറുപടി പറയുന്നുണ്ട്. ഈ പറയുന്ന തന്തയില്ലായ്മ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്മാർക്കെതിരെയാണ് വേടന്റെ ഓരോ വാക്കുകളും അല്ലെ വേടന്റെ ഓരോ കവിതയും. ആ സമയത്തും വേടൻ അത് പറയുമ്പോഴും വേടനെ വീണ്ടും കരിവാരിത്തേക്കല്ല, വേടനെതിരെ വീണ്ടും തന്തയില്ലായ്മകൾ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ പിന്നെന്താ പറയുക? വേടൻ പറഞ്ഞു കണ്ടില്ലേ, എനിക്കിതൊരു ശീലമായൊരു കാര്യം തന്നെയാണ്. ചേച്ചിക്ക് അറിയാലോ അല്ലെ, ചേട്ടൻ അറിയാലോ, വളരെ ബഹുമാനത്തോട് സൗമ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വേടൻ മറുപടി പറയുന്നത്. എല്ലാ സെലിബ്രിറ്റീസും വേടനെ കണ്ടു തന്നെ പഠിക്കണം. അത്രയും ബുദ്ധിമുട്ടുകളിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലും എല്ലാവരും ഒരുപോലെ വേട്ടയാടിയിട്ടും ഇപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങൾ തന്നെയാണ് ആദ്യമേ വേടനെ വേട്ടയാടിയത്. ആ വേട്ടയാടിയ മാധ്യമങ്ങൾ തന്നെ പിന്നീട് വേടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയോട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇത്രയും ഇഷ്ടമുണ്ട്, ഇത്രയും ആരാധനയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ കൂടെ വേടന്റെ ഒപ്പമാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങി. എന്നിട്ട് പോലും വേടൻ ആരെയും മുഖം കറുപ്പിച്ച് ഒരു വാക്കും പറഞ്ഞില്ല. വേടൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എന്നെ എല്ലാവരും ഇതുപോലെ ദ്രോഹിക്കുന്നുണ്ട്, അതെനിക്ക് ഒരുപാട് അനുഭവമുണ്ട്, അതെനിക്കൊരു ശീലമായിരിക്കുന്നു, ഞാൻ അത് എന്നാലും സർവൈവ് ചെയ്യും, ഈ ഒരു സമയം കടന്നു പോകുമല്ലോ എന്നാണ് വേടൻ പറയുന്നത്. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. തന്തയില്ലായ്മ പറയാനും ചെയ്യാനും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷേ നല്ലതിനെ മാത്രം കാണുക, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ആ ഒരു ഒറ്റ കാര്യമാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത്. എന്നാലും എൻ്റെ പൊന്ന് NR മധു, നാണമുണ്ടോ നിനക്കൊക്കെ? RSS ഇരുന്നുകൊണ്ട് RSS നിന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു നടക്കുന്നതൊക്കെ നാണമുണ്ടോ? RSS എന്ന് പറയുന്ന വർഗീയവാദികളാണെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും വീണ്ടും ഞാൻ ഊന്നി പറയുകയാണ്, RSS എന്ന് പറയുന്ന വർഗീയവാദികൾ തന്നെയാണ്. മതവും ജാതിയും നോക്കി ജനങ്ങളെ വേർതിരിക്കാനായിട്ട് നീയൊക്കെ തന്നെയാണ് മുന്നിൽ. അതിനൊപ്പം കൊടി പിടിക്കാനായിട്ട് മറ്റുള്ള പാർട്ടിക്കാരുണ്ടെന്നുള്ളത് വേറെ സത്യം തന്നെയാണ്. എന്നാലും വേടനെതിരെ കളിക്കാൻ പോയപ്പോൾ നീയൊക്കെ വിചാരിച്ചത് വേടൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങ് ഉറക്കിക്കളയല്ലേ, അങ്ങ് അണച്ചു കളയാന്നാണ് വേടനുള്ളിലെത്തി. പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തി നീയൊന്നും കണ്ടിട്ടുള്ള ആളൊന്നുമല്ല, അത് ഇനം വേറെയാണ്. അവൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടിൽ നിന്ന് തന്നെയാണ് അവൻ പഠിച്ചത്. അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ കൂടി ജീവിച്ചത് കൊണ്ട് തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകൾക്കും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാടുകൾക്കും ഒരു ഉറപ്പുണ്ടായത്. അല്ലാതെ നിന്നെയൊക്കെ പോലെ ഏതെങ്കിലും പാർട്ടിക്കാർ വന്ന് പറയുന്നത് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരുടെ ഭ്രഷ്ടം താങ്ങിക്കൊണ്ട് നടക്കുന്നതോ അല്ലെങ്കിൽ പണക്കാരുടെ ഭ്രഷ്ടം താങ്ങി അവരുടെ PR വർക്ക് ചെയ്യുന്നത് പോലെയുള്ള സ്വഭാവമൊന്നുമല്ല വേടൻ്റേത്. അങ്ങനെയുള്ള വേടനെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം. ആ വേടൻ തന്നെ ഇനിയും വേണം. ആ വേടൻ ഇനി ഇവിടെ നമുക്ക് വേണമെന്നുള്ളത് ഉറപ്പിച്ച് തന്നെ നമ്മൾ പറയുകയാണ്. ആ വേടൻ ഇനി ഉണ്ടെങ്കിലേ നമ്മുടെ ഈ നാട്ടിലുള്ള കൊള്ളരുതായ്മകൾ വിളിച്ചു പറയാൻ വേടനെ പോലുള്ളവർക്കേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. ഒരു റാപ്പ് കൊണ്ട് തൻ്റെ സമൂഹത്തിൽ അല്ലെങ്കിൽ താൻ അനുഭവിച്ച കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ ഇനി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു കവിതയിൽ കൂടി പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അസാമാന്യ കഴിവ് തന്നെയാണ്. ഒരു പാട്ട് പാടി ഒരു സങ്കല്പിക ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം തൊട്ടറിഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന അവഗണനകൾ തന്നെ അദ്ദേഹം വന്നൊരു പാട്ടായി പാടിക്കൊണ്ട് എന്നിട്ട് ആ അവഗണിച്ച ആളുകളുടെ മുന്നിൽ ഒരു രാജാവിനെ പോലെ നടക്കുക എന്നൊക്കെ പറയുന്നതേ അത് ചെറിയ കാര്യമൊന്നുമല്ല. ആള് കില്ലാടിയാണ്, കില്ലാടി. വിനായകനും അതുപോലെയൊക്കെ വന്ന ആളാണ്. പക്ഷെ വിനായകന്റെ അഹങ്കാരം കൊണ്ട് വിനായകൻ ഇപ്പോൾ വീണ്ടും താഴേക്ക് പോവാണ്. പക്ഷെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കും. അതിനി ആരെയൊക്കെ കൊണ്ടുവന്ന് എത്ര തുലാഭാരം നടത്തിയാലും അത് ഒരിക്കലും അത് താഴോട്ട് അല്ലെ മുകളിലോട്ട് പോവില്ല. പിന്നെ RSSന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുക. വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കളിക്കാൻ പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. വേടൻ ഒരു പിടിപാടില്ല, പണമില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നീയൊക്കെ വന്നത്. വേടന്റെ പണം വേടൻ ഉണ്ടാക്കിയെടുത്ത പണമാണ്, പിടിപാട് വേടൻ ഉണ്ടാക്കിയെടുത്താണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബ്രാൻഡായി തന്നെ കേരളത്തിൽ വളർന്നു കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കും. പക്ഷെ വിളിച്ചു പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അതിന് തൻ്റെ ഇടമുള്ള അല്ലെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവന്മാർക്ക് സാധിക്കുകയുള്ളൂ. അത് വേടനെ കൊണ്ട് സാധിക്കും. അങ്ങനെയുള്ളവരോടൊക്കെ മുട്ടാൻ നിൽക്കുമ്പോഴേ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കണം, നീയൊക്കെ കുറച്ചുകൂടെ ഒന്ന് നോക്കണം. എത്ര പ്രായമായെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വകതിരിവ് വട്ടപൂജ്യം തന്നെയാണ് നിന്റെയൊക്കെ. എന്തൊരു കഷ്ടമാണല്ലോ, ഒരു വ്യക്തി എത്രത്തോളം ഇട്ട് വേട്ടയാടാമോ അത്രയും ഇട്ട് വേട്ടയാടും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എന്നും വേടനൊപ്പം തന്നെയാണ്, വേടൻ്റെ നിലപാടുകൾക്കൊപ്പമാണ്. നീയൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയെന്ന് വെച്ചാൽ ആര് പരിഗണിക്കാൻ നിന്നെയൊക്കെ? വെറും പട്ടിക്ക് തരുന്ന വാല്യൂ പോലും നിനക്കൊന്നും ആരും തരാൻ പോകുന്നില്ല. RSS എന്ന് പറയുന്നത് വർഗീയവാദികളാണ്. ഇനി RSS അല്ല ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാം വർഗീയവാദികൾ തന്നെയാണ്. അല്ലെ ജാതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവന്മാരാണ് നീയൊക്കെ. എന്തായാലും ഈ ചെറിയൊരു ശ്വാസമാണ് ശരീരത്തുള്ളത്. ആ ഒരു ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ ആറടി മണ്ണിൽ പോയി പുഴുവിനും മറ്റുള്ള സാധനങ്ങൾക്കും ആഹാരമാവാനുള്ളൊരു ശരീരമാണ് നമ്മുടേത്. അതിനിടയിൽ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കാതെ വെറുതെ ജാതിയും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചത്തു കഴിഞ്ഞാലും നിന്നൊന്നും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളൊരു കാര്യം സത്യം തന്നെയാണ്. അതാരും ചിന്തിക്കുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ എന്ത് തന്തയില്ലായ്മയും കാണിക്കും, മരണശേഷം ആരെങ്കിലും ഓർക്കും? ഇല്ല. വേടൻ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോ വേടൻ ഇല്ലെങ്കിലും അതെല്ലാ ആളുകളും ഓർത്തിരിക്കും. കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തി ജീവിക്കുന്നത് എല്ലാവരുടെയും ഹൃദയങ്ങളിലാണ്. ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ അവസാനിക്കുകയാണ്.